നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ തണുപ്പുകാലൊക്കെ ഏകദേശം ആയി തുടങ്ങിയില്ല. സ്കിന്നിന് അതിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് എന്തായാലും തുടങ്ങി. ഈ തണുപ്പുകാലാണ് ഞാൻ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത്. വേറെയുള്ള ഒരു സീസണിലും എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ തണുപ്പുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടുത്തെ ഒരു തണുപ്പ് വെച്ചിട്ട് എൻ്റെ സ്കിന്ന് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട്. നാട്ടിൽ ഉള്ളപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു തണുപ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്കും സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവും. ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടാൻ തുടങ്ങും. അതേപോലെ തന്നെ ബോഡി ആണെങ്കിലും നന്നായിട്ട് ഡ്രൈ ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു തണുപ്പ് കാലത്താണ് ഞാൻ നോർമലി ഫേസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ തണുപ്പ് കാല സമയത്ത് ഞാൻ കുറച്ചും കൂടി അധികമായിട്ട് സ്കിൻ കെയർ ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ് സ്കിന്ന് ഡ്രൈ ആയി ആ ഒരു പാച്ചസും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കിന്ന് ടേക്ക് കെയർ ചെയ്യാറുണ്ട് ഈ ഒരു തണുപ്പ് കാലത്ത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ സ്കിന്ന് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് ഇത്. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി സ്കിന്ന് എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാനും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്നും നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യാനാണ് പോകുന്നത്. ക്ലെൻസറായിട്ട് ഞാനിവിടെ പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പച്ച പാലാണ് വേണ്ടത്. തിളപ്പിച്ച പാലല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളപ്പിച്ച പാലാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ കിട്ടില്ല. അപ്പോൾ പച്ച പാലാണ് നമ്മളിവിടെ ക്ലെൻസറായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്ക്രബായിട്ട് നമ്മൾ ഓട്സും പാലുമാണ് ഉപയോഗിക്കുന്നത്. ഓട്സ് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പേ ഇങ്ങനെ പാലിൽ കുതിർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ആകുമ്പോൾ ഓട്സ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ സ്ക്രബ്. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ബദാം പൊടിച്ചിട്ട് അത് ഇതേപോലെ തന്നെ പാലിൽ കുതിർത്തിട്ടാണെങ്കിലും സ്ക്രബായിട്ട് ഉപയോഗിക്കാം. അടുത്ത് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഫേസ് പാക്കാണ് നമ്മളെ സ്കിന്നെ ഏറ്റവും മോയ്സ്ചറൈസ്ഡും നറിഷ്ഡുമായിട്ട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നത്. ഞാനിവിടെ പഴമാണ് എടുക്കുന്നത്. പഴം നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കുറച്ചും പഴുത്ത പഴമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം പഴം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേന് ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ. പഴം പ്രത്യേകിച്ച് പഴുത്തതും കൂടി ആണെങ്കിൽ നന്നായിട്ട് കുറച്ച് ലൂസാവും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് പെറ്റൽ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കടലമാവ് വേണ്ട, അത് കുറച്ചും കൂടി സ്കിന്ന് ഡ്രൈ ആക്കും. അതുകൊണ്ട് ആ സ്ഥാനത്ത് കടലമാവ് ഒഴികെ വേറെ നിങ്ങൾക്ക് അരിപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടാൻ ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്ക്രബ്ബ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് മേലെ തന്നെ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വാഷ് ചെയ്തിട്ട് ഇട്ടോളൂ. വാഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അതിന് മേലെയായിട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പാക്ക് ഞാനൊരു 20 മിനിറ്റ് വെച്ചു. 20 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തു. ഇത് ഉണങ്ങുമൊന്നുമില്ല കേട്ടോ. ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ വരെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു. റിസൾട്ട് കണ്ടല്ലോ. എല്ലാവർക്കും വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണിത്. ഡ്രൈ സ്കിൻ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ പുതിയ വീഡിയോസ് ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റ, ബൈ.